welcome to the first episode of Honest Talk podcast. അപ്പോൾ നമ്മളുടെ ഈ ഒരു 2K കിഡ്സിന്റെ മാരേജ് കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് പബ്ലിക്കിനോടൊന്ന് ചോദിക്കാം. കാര്യം ഇപ്പോഴത്തെ ഈ ഒരു ജെൻസി ജനറേഷനിലേക്ക് നമ്മൾ വരുമ്പോൾ മദർ ഇൻ ലോ ആൻഡ് ഡോട്ടർ ഇൻ ലോ ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിൻ്റെ ഒരു കോൺസെപ്റ്റ്, എങ്ങനെ ഒരു ഫാമിലി മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ള അവരുടെ ഒരു വ്യൂ പോയിന്റ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പബ്ലിക്കിന്റെ ഒരു അഭിപ്രായം അറിഞ്ഞിട്ട് വരാം. ഹലോ, നെയിം എന്താണ്? സഹറ. ഓക്കെ, പ്ലേസ്? കൊല്ലം. ആക്ച്വലി ഇത് നമ്മളുടെ ഒരു പോഡ്കാസ്റ്റ് എപ്പിസോഡിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ, പ്രത്യേകിച്ച് ഈ 2K കിഡ്സിന് മാരേജിനെ കുറിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ മിക്ക പെൺകുട്ടികളും മാരേജിനോട് കുറച്ച് ഡിലേ ആവുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ സഹറയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കോൺസെപ്റ്റ് എന്താണ്, എന്തുകൊണ്ട് ഡിലേ ആവുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം സഹറയ്ക്ക് എന്തായാലും ഒരു ഒപ്പീനിയൻ ഉണ്ടായിരിക്കും, എനിക്ക് ഇങ്ങനെ മതി, ഇന്നൊരു ഏജ് ആകുമ്പോൾ മതി, ഇന്ന പ്രതീക്ഷകളാണ് എനിക്കുള്ളത് എന്നുള്ളത്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? യൂഷ്വലി ഇപ്പോഴത്തെ ഒരു ദിസ് ജനറേഷനിൽ മാരേജ് എന്ന് പറയുന്നത് കല്യാണം കഴിക്കാതിരിക്കുന്നതായിരിക്കും കുറേ കൂടെ ബെറ്റർ ഓപ്ഷൻ ആസ് പെർ മൈ വ്യൂ. അപ്പം യൂഷ്വലി ഗേൾസൊക്കെ ഇപ്പൊ ഡിലേ ആക്കുന്നത് ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കുറെ ഇപ്പോൾ ലേഡീസിനെതിരെയുള്ള ക്രൈംസിനൊക്കെ ഇപ്പം പോയിസന്റെ ഒക്കെ ആയാലും ഈ സ്നേക്സ് ഒക്കെ വെച്ചിട്ട് കൊല്ലുന്ന രീതികളിലൊക്കെ ആയാലും അതുകൊണ്ടായിരിക്കും മോസ്റ്റ് ഓഫ് ദി ഗേൾസും ഈ മാരേജ് ഒക്കെ ഡിലേ ആക്കുന്നത്. പിന്നെ കൂടുതലും സ്ട്രെസ്, അത് ഒരുപാട് ഹൗസ് ഹോൾഡ് വർക്ക്സ് ഒക്കെ ലേഡീസൊക്കെ ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത്. ഒരു ഹെൽപ്പ് ഒരു ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്നോ ഒരു ഹെൽപ്പ് ഒന്നും അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ രീതിയിലൊക്കെ വരുമ്പോഴത്തേക്ക് യൂഷ്വലി നമ്മളെല്ലാവരും സ്ട്രെസ്ഡ് ആവും. പിന്നെ ഇൻഡിപെൻഡൻസ്, അത് ഭയങ്കര ഡിപ്പെൻഡ് ആയിട്ട് ജീവിക്കുന്നത് യൂഷ്വലി ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇറ്റ്സ് നോട്ട്. കാര്യം ഇപ്പം എങ്ങനെ ഒന്നും അറിയില്ല. ട്രസ്റ്റ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഹൈ ലെവലാണ്. നോ ട്രസ്റ്റ് ആണ്, ആരുടെ നമുക്ക് വിശ്വസിക്കാൻ ഒന്നും പറ്റില്ല. സോ യൂഷ്വലി ഇപ്പോഴത്തെ കുറെ ആൾക്കാരൊക്കെ സിംഗിൾ ലൈഫാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഫാമിലി ബിൽഡ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി വേണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് സാറയ്ക്ക് പേഴ്സണൽ അഭിപ്രായത്തിൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്രോക്സിമേറ്റ്ലി അങ്ങനെ പറയാം. അപ്പം അങ്ങനെ എനിക്ക് ഫാമിലി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ ഇഷ്ടമാണ് എങ്കിൽ ഐ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ്. എല്ലാ കാര്യങ്ങളും ഇപ്പം എൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ പാർട്ട്ണറായിട്ട് വരുന്ന ആള് ഈക്വൽ ആയിട്ടുള്ള എഫേർട്ട് ഇടണം. ഞാൻ കൂടുതൽ എഫേർട്ട് ഇട്ട് എൻ്റെ പാർട്ട്ണർ ലെസ് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ജനറേഷനിൽ ആ റിലേഷൻ മുന്നോട്ട് പോയില്ല. ഈക്വൽ എഫേർട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ we will definitely success in life. ഓക്കെ, സോ അപ്പം സഹറ ഇൻഡിപെൻഡന്റ് ആകണം എന്നുള്ള ഒരു മൈൻഡ് ആണ് ഇപ്പോൾ ഉള്ളത് അല്ലേ? ഓക്കെ, അപ്പം ഈ പറഞ്ഞ ഒരുപാട് ന്യൂസ് വരുന്നുണ്ട്. പെൺകുട്ടികൾക്ക് എതിരെയുള്ള ന്യൂസ് ആണ് സഹറ പോയിന്റ് ഔട്ട് ചെയ്തത്. പക്ഷേ തിരിച്ചു നോക്കുമ്പോഴും അവിടെയും ഒരു ഇത് വരുന്നുണ്ടല്ലോ, അതേപോലുള്ള വാർത്തകളും വരുന്നുണ്ട്. ഒരുപാട് സ്ത്രീകളെ കുറിച്ചിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട്. അപ്പൊ അതിനോട് സഹറയ്ക്കുള്ള അഭിപ്രായം എന്താണ്? മോസ്റ്റ്ലി സ്ത്രീകൾക്കെതിരെയാണ്. സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നത് വളരെയധികം കുറവാണ്. ഇപ്പം ഹിസ്റ്റോറിക്കലായിട്ടൊക്കെ എടുത്ത് നോക്കിയാലും ആണുങ്ങൾ ചതിച്ച കാര്യങ്ങൾ മാത്രമാണ് കൂടുതലും. ആണുങ്ങൾ ചതിക്കും എന്നല്ല, കൂടുതലും കേസസും അങ്ങനെയാണ് വരാറ്. പെണ്ണുങ്ങളുടെ കയ്യിലും തെറ്റുണ്ട്, പക്ഷെ ഇല്ല എന്നല്ല, മോസ്റ്റ്ലി അങ്ങനെയല്ല. പൊതുവെ ഒരു സൊസൈറ്റിയിൽ കാണപ്പെടുന്നത് ഒരു പെണ്ണിനെ ചതിക്കുന്നതായിട്ടാണ്. ഇപ്പം മോസ്റ്റ് ഓഫ് ദ കേസസ് എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെ. ഇപ്പം സ്ത്രീകളുടെ ശരീരം ബ്യൂട്ടി അതൊന്നും മെയിൻ അല്ല എന്ന് പറഞ്ഞാലും മെയിൽസ് അത് നോക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ സൊസൈറ്റി. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ പിന്നെയും പ്യുവർ ലവ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ജനറേഷൻ ആയിരുന്നു. ബട്ട് ഫോർ ദിസ് ജനറേഷൻ ഇറ്റ്സ് നോട്ട്. ഓക്കെ, സോ അപ്പോൾ ഒരു ഫാമിലി മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിലിന്റെ ഒരു പങ്ക് വേണം, ഈക്വൽ എഫേർട്ട് അവിടെ വേണം. ഓക്കെ, അപ്പോൾ താങ്ക് യു സഹറ. ഇപ്പോഴത്തെ ഈ ഒരു 2K കിഡ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ ഒരു മാരേജിന്റെ കോൺസെപ്റ്റ് എന്നുള്ളത് ഞങ്ങളുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് പറഞ്ഞതിന് താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഇവിടെ ഫീമെയിൽസിൻ്റെതാണ് ഏറെക്കുറെ സഹറ പങ്കുവെച്ച ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് മെയിൽസിന്റെ കേസിലും അവർക്ക് എങ്ങനെയാണ് ആ ഒരു കോൺസെപ്റ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പബ്ലിക്കിന്റെ അഭിപ്രായം തന്നെ അറിഞ്ഞു നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ മുന്നേ കണ്ടതുപോലെ ഫീമെയിൽസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാമിലി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഒരു ഈക്വൽ എഫേർട്ട്, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിലിന്റെ ഒരു ഈക്വൽ എഫേർട്ട് വേണമെന്നായിരുന്നു ഒരു അഭിപ്രായം നമ്മൾ കേട്ടത്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചിട്ട് നമുക്ക് ജെൻസിൽ നിന്ന് തന്നെ അതിന്റെ ഒരു അഭിപ്രായം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹായ്, നെയിം എന്താണ്? മുഹമ്മദ് അഹ്സൻ.
ഓക്കെ ഹസൻ, അപ്പോൾ ഇത് നമ്മളുടെ ഒരു ഹോണസ്റ്റ് ടോക്ക് പോഡ്കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മളൊരു അഭിപ്രായം കേട്ടിരുന്നു, ഒരു ഫാമിലി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിലിന്റെ എഫേർട്ട് വേണമെന്നുള്ളത്. അപ്പൊ എനിക്ക് ഹസാനോട് ചോദിക്കാനുള്ളത്, അപ്പോൾ അങ്ങനെ ഒരു എഫേർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലി നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമോ എന്നുള്ളതും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഈ ഒരു ഇൻലോസ് തമ്മിലുള്ള ബന്ധം, ഡോട്ടർ ഇൻ ലോയും മദർ ഇൻ ലോയും തമ്മിലുള്ള ബന്ധം, അമ്മായിയമ്മ മരുമകൾ എന്നുള്ള ആ ഒരു ബന്ധത്തിനെ കുറിച്ചിട്ട് ഇപ്പോൾ അമ്മായിയമ്മ പോരിപ്പം എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ, അത് എന്തുകൊണ്ട് വരുന്നു എന്നൊക്കെയുള്ളത് ജസ്റ്റ് ഒന്ന് അഭിപ്രായം പറയാം. എനിക്കും അതേ അഭിപ്രായം തന്നെ. ആണും പെണ്ണും ഒരുപോലെ സാക്രിഫൈസ് ചെയ്ത് നിന്നാല് കുടുംബ ബന്ധം ഇതാവത്തുള്ളൂ. പിന്നെ ഇപ്പൊ അമ്മായിയമ്മ പോരിന് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത് ഈ സീരിയൽ പോലുള്ള കാര്യങ്ങൾ കാണുന്നത് കൊണ്ടാണെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാരണം സീരിയലുകളില് അമ്മായിയമ്മ മരുമകൾ പോരെന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് റിയൽ ലൈഫിൽ അങ്ങനെ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും പലരും കാണുന്നുണ്ട്, അത് അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ റിയൽ സിറ്റുവേഷൻസ് അല്ല നമ്മളെ അങ്ങനെ ആ ഒരു രീതിയിലോട്ട് ഇത് പലരും ഇത് കണക്ക് ആവാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്ന അറിയാൻ വേണ്ടിയുള്ള ഒരു ക്യൂരിയോസിറ്റി. ഓക്കെ, സോ അപ്പം അഹസാനെ സംബന്ധിച്ചിടത്തോളം അഹസാന്റെ ഒരു ഫാമിലിയിലേക്ക് വരുമ്പോൾ ഡോട്ടർ ഇൻ ലോ, ഓഫ് കോഴ്സ് അഹസാൻ മാരീഡ് ആവണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അതൊക്കെ സോൾവ് ചെയ്ത് കൊണ്ട് പോകാനായിട്ട് അഹസാന്റെ ഭാഗത്ത് നിന്നും എന്ത് എഫേർട്ട് ആയിരിക്കും ഇടുന്നത്? ഞാൻ പരമാവധി താഴ്ന്നു കൊടുക്കും. നമ്മൾ പരമാവധി ക്ഷമിച്ച് മുന്നോട്ട് പോകാനല്ലേ നോക്കേണ്ടത്. അതായത് പെൺകുട്ടികൾക്ക് മുമ്പിൽ താഴ്ന്നു കൊടുക്കുമെന്നാണോ? അതിനെന്തോ, നമുക്ക് ആർക്കും മുമ്പിൽ താഴ്ന്നു കൊടുക്കുന്നത് നമുക്ക് ഇതൊന്നും ചെയ്യണം. നമ്മളെ ഭാഗം ശരിയായിരിക്കണം. നമ്മളുടെ ചില ഇതുണ്ടല്ലോ, ചില അത് കറക്റ്റ് ആയിരിക്കണം. നമുക്ക് അതേ ഉള്ളൂ. പിന്നെ താഴ്ന്നു കൊടുക്കുന്ന നമുക്ക് വിഷയമൊന്നുമില്ല. നമ്മൾ എത്ര താഴ്ന്നു കൊടുക്കും. അപ്പം അഹസാന്റെ ഫാമിലിയിൽ ഇൻലോസ് തമ്മിലുള്ള ബന്ധം കുറച്ച് സ്ട്രോങ് ആക്കാൻ, വളരെ സ്മൂത്ത് ആയിട്ട് പോകാൻ അഹസാൻ എന്ത് എഫേർട്ട് ആയിരിക്കും ഇടാനായിട്ട് ശ്രമിക്കുന്നത്? എല്ലാവരെയും ഇടയ്ക്കിടയ്ക്ക് പോയി കാണണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാം മാക്സിമം. അതാണ് ഞാൻ ഫാമിലി ഒന്ന് സെപ്പറേറ്റ് ആയി താമസിക്കണമെന്ന് പിന്നീട് പോയി കാണണമെന്നാണോ? അല്ലല്ല, ഫാമിലിയെ ഒപ്പം കൂട്ടണം. ഫാമിലിയെ വിട്ട് കളയുക ചെയ്യരുത്. ഓക്കെ, മാരീഡ് ആണെന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. കാരണം നമ്മളെ നോക്കിയാൽ നമ്മളെ അച്ഛനും അമ്മയും, അവരെ നോക്കേണ്ടത് നമ്മളെ കടമയാണ്. ഓക്കെ, പിന്നെ രണ്ടാമതാണ് പിന്നാണ് വരുന്നത് ഭാര്യയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് പ്രയോറിറ്റി അവർ എന്ന് പറഞ്ഞാൽ മറ്റവരെ വിടാൻ പാടില്ല. കാരണം മറ്റവരെ നമ്മളെ വിശ്വസിച്ച് നമ്മളെ വീട്ടിലോട്ട് വരുന്നവരാണ്. അവരെയും കളയാൻ പാടില്ല. രണ്ടുപേരെ ഒരുപോലെ കൊണ്ടുപോകാൻ ശ്രമിക്കാം പരമാവധി. അപ്പൊ അത് അഹസാൻ രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള രീതിയിലായിരിക്കും അഹസാന്റെ ആ ഒരു ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതില് അമ്മായിയമ്മ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്നതിൽ മരുമകൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ലൈഫ് നല്ല സ്മൂത്ത് ആയിട്ട് പോകും എന്നൊരു അഭിപ്രായം? അങ്ങനെ ഒന്നുമില്ല. അതിപ്പോ ഓരോരുത്തരുടെ ഇതല്ലേ, ഓരോ സ്വഭാവങ്ങൾ തമ്മിൽ ചേരാതെ ആയി വരും. അത് പരമാവധി ക്ഷമിച്ച് മുന്നോട്ട് പോകാന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഏറ്റവും നല്ലതല്ലേ. പരമാവധി അടി ചെയ്ത് വഴക്കമില്ലാതെ പോവുക എന്നുള്ളതാണ് ഒരു കുടുംബബന്ധത്തിന്റെ അടിത്തറ. മനസ്സിലാക്കി പോവുക എന്നുള്ളതാണ്. അതേ ഉള്ളൂ. അടിയും വഴക്കവും ഉണ്ടാവാതെ ഒരു കുടുംബബന്ധം നടക്കത്തില്ല. അടിയുള്ളിടത്തെ സ്നേഹമേ ഉള്ളൂ, അത് വേറെ കാര്യം. എന്ന് പറഞ്ഞാൽ ഒരുപാട് അടിയാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് അതിന്റെ പ്രധാന കാരണം. അത്രേ ഉള്ളൂ. സോ താങ്ക് യു ഹസൻ, താങ്ക് യു സോ മച്ച്. വെൽക്കം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ജനറേഷനില് ജെൻസിന്റെയും അതേപോലെ തന്നെ ഫീമെയിൽസിന്റെയും അഭിപ്രായം എടുക്കുമ്പോഴത്തേക്കും രണ്ടുപേരുടെയും ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് സിമിലർ ആണ്. ബട്ട് എന്നാലും അവരവരുടെ അഭിപ്രായത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നു അതുപോലെയാണ് നമ്മളുടെ ഈ ഒരു ഫാമിലി മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴും ഈ ഒരു വ്യത്യാസം കണ്ടുവരുന്നത്. എല്ലാവരും തമ്മിൽ ഡിഫറെൻ്റ് ആണ്. സോ അപ്പം അതിനനുസരിച്ച് അവരുടെ ഫാമിലി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു, അതിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ നടക്കുന്നു. നേരത്തെ അഹസാൻ പറഞ്ഞതുപോലെ സ്നേഹമുള്ളിടത്തേ വഴക്കുണ്ടാവുള്ളൂ എന്നുള്ള ആ ഒരു പോയിന്റിൽ നമുക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അതും ഓരോരുത്തരുടെ വ്യൂ പോയിന്റ് ആണ്. അപ്പം ഓരോരുത്തരുടെ ആ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇവിടെ ഒരു ഘടകമാകുന്നു എന്നാണ് ഇവരുടെ അഭിപ്രായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.